ഹലോ, നമസ്കാരം. എൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ ഓടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓടാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വിചാരിക്കും ഓടാന്ന് വെച്ചാൽ ഊബർ ഓടാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ ഒരു ഓട്ടം കിട്ടി, പുള്ളിയെ കൊണ്ടുവിട്ടു. അതിനുശേഷം അവിടെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ എന്താ പറയുന്നത്, എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു ഓട്ടം കിട്ടി. ഞാനെന്തായാലും ഓട്ടം എടുത്തു. എന്തായാലും അവരെ കൊണ്ട് പിക്ക് ചെയ്യട്ടെ. രാവിലെ റോഡ് മൊത്തം കരിയിലയാണ്. കാറ്റുകൊണ്ടും മരത്തിൻ്റെ ഉണങ്ങിയ ഇലകളെല്ലാം വീണ് എല്ലാം റോഡ് മൊത്തം കരിയിലായിട്ട് കിടക്കുക. അത് രാവിലെ ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്നതിനൊക്കെ തിരക്കിലാണ്. രാവിലെ ഒരു 6 മുതൽ ഒരു 9 മണി വരെ നല്ല തിരക്കായിരിക്കും. എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു തിരക്കായിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. രാവിലെ എന്തായാലും പുതിയൊരു നല്ലൊരു ക്ലൗഡി ആയിട്ടാണ് തോന്നുന്നത് കാലാവസ്ഥ. വലിയ ക്ലൗഡിയൊക്കെ ഉണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും കാണത്തില്ല. എല്ലാവരും അവരവരുടെ വീട്ടിൽ ഇരിക്കുന്നേ ഉള്ളൂ, പുറത്തിറങ്ങാറില്ല. ഇവിടെ എല്ലാം ഏകദേശം രാവിലെ എല്ലാം ഓപ്പൺ ആയിരിക്കും. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ അങ്ങനെയുള്ള കടകളില്ല, മറ്റുള്ള കാര്യങ്ങളെല്ലാം രാവിലെ ഇവിടെ ഓപ്പൺ ആകും. ഇവരൊക്കെ രാവിലെയുള്ള ഓട്ടം മൊത്തം എല്ലാവരും കറക്റ്റ് ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. അവരവരുടെ സമയത്ത് പോകുന്ന ആൾക്കാരായിരിക്കും. രാവിലത്തെ ഒരു 80% ഓട്ടം. അവർക്ക് ഈ ബസ് സൗകര്യങ്ങളൊന്നും അല്ലെങ്കിൽ ട്രെയിൻ സൗകര്യമൊന്നും ഇവിടെ ഇല്ല. ഒന്നീ ബസ് മിസ്സായി കാണും, അല്ലെങ്കിൽ അവർ നോർമലായിട്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ടാക്സി വിളിച്ച് അവർ അവരുടെ ജോലിക്ക് പോകും. ഇവിടെ എപ്പോഴും അവൈലബിൾ ആണ്. എല്ലാതും നമ്മൾ ഒന്നിനും അധികം നേരം വെയിറ്റ് ചെയ്യണ്ട. എല്ലാവരും തിരക്കുമാണ്, പക്ഷെ എല്ലാം അവൈലബിളുമാണ്. അവരവർക്ക് ആവശ്യമുള്ളതെല്ലാം അവൈലബിളുമാണ് ഇവിടെ. അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു വലിയ റൗണ്ട് ബോട്ടാണ്. രാവിലത്തെ ടൈമാണ്, അത്ര വലിയ തിരക്കില്ല. ഒരു 8 o'clock ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. എന്തായാലും ഞാനിന്നൊരു കസ്റ്റമർ എടുക്കട്ടെ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ ഏകദേശം ഇപ്പോൾ 7 മണിയായി. രാവിലെ സൈക്ലിസ്റ്റൊക്കെ പോകുന്നുണ്ട്. രാവിലെ എക്സസൈസ് ചെയ്യാനും ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്തു. അതാണ് കുഴപ്പം. രാവിലെ കൂടുതലും ഇതാണ്, ആൾക്കാർ ബുക്ക് ചെയ്യും,
പക്ഷെ അതുപോലെ ക്യാൻസൽ ചെയ്യും. ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. വെറുതെ ഒന്ന് ഓടാന്നേ ഉള്ളൂ. രാവിലെ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു, കാർ എയർ അടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് 2-3 കിലോമീറ്റർ കഴിഞ്ഞ് വന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്ക് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ഓടി വന്നതല്ലേ. പക്ഷെ നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു ഓട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയായാലും അത് എടുത്ത് അവരുടെ ഡെസ്റ്റിനേഷനിൽ വിടുക. നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് തെറ്റാണ്. ഊബർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. കസ്റ്റമർ ക്യാൻസൽ ചെയ്താൽ കുഴപ്പമില്ല, നമ്മളെടുത്തിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ ഇത് നമ്മൾ എടുക്കുന്ന ഈ സമയത്ത് തന്നെ എത്ര പേരാണ് ഓടുന്നത്. നമ്മളെടുത്ത ആ സമയം ചിലപ്പം അടുത്ത ഡ്രൈവർ ചിലപ്പം പുള്ളി നമ്മൾ ഒരു പക്ഷേ എടുത്തിട്ടില്ല, അതുകൊണ്ട് അടുത്തേ വന്നു. എടുത്തില്ലെങ്കിൽ നമുക്ക് നേരെ പോകാൻ പറ്റും, എടുത്തിട്ടില്ലെങ്കിൽ. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് എടുത്ത് ഡ്രോപ്പ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. രാവിലത്തേക്ക് ഇതൊക്കെ തന്നെ അവസ്ഥ. രാവിലത്തെ ചില സമയത്തുള്ള ഇതൊക്കെ തന്നെ അവസ്ഥ. ചില സമയത്ത് നമുക്ക് വള്ളിക്കെട്ട് കസ്റ്റമർ കിട്ടും. എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അവരോട് നമ്മൾ റഫായിട്ടോ അധികമൊന്നും സംസാരിക്കാതിരിക്കുക. അങ്ങനെയുള്ള കേസുകളൊക്കെ കാണും. അത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച് വേണം ഇത് ഓടാൻ. വേണ്ടേ, അവരും ക്യാൻസൽ ചെയ്തു. ഇപ്പം തന്നെ 2 ഓട്ടം കിട്ടി, 2ഉം ക്യാൻസലായി. അപ്പം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ രാവിലെ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് ആൾക്കാർ ഒന്നാമത്തെ കാര്യം ആർക്കും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെയിൻ കാര്യം. ആൾക്കാർ വെയിറ്റ് ചെയ്യണ്ടേ. വെയിറ്റ് ചെയ്താലില്ലയോ. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത തന്നെ വേണ്ട. ഇപ്പം നമുക്ക് ബുക്ക് ചെയ്തവർ തന്നെയാണ്ട് വീണ്ടും ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മളെടുത്ത് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം. ഇനി അവർ ക്യാൻസൽ ചെയ്താൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ക്യാൻസലായി. എങ്ങനെയായാലും 12 മിനിറ്റ് ഉണ്ട്. ഈ 12 മിനിറ്റ് വരെ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ ഓട്ടോ കിട്ടും. അല്ലവർ വീണ്ടും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പുരോഗപ്പെട്ട ക്യാൻസൽ ചെയ്യും. കാരണം വെച്ചാൽ അപ്പോഴത്തേക്ക് ഓരോ ഡ്രൈവേഴ്സ് ആൾക്കാരെ വിട്ടിട്ട് വേറെ ഏരിയയിലോട്ട് ചെല്ലുന്നൊരു സമയമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവില്ലേ. അപ്പം പിന്നെ അടുത്ത ഓട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള പ്രതീക്ഷയാണ് ആൾക്കാരെ ക്യാൻസൽ ചെയ്യുന്നത്. ഒരു വട്ടം നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നോക്കുമ്പം ചിലപ്പോൾ അടുത്ത് കിട്ടണമെന്നില്ല, ചിലപ്പോൾ അടുത്ത് കിട്ടും. അപ്പോൾ അതൊക്കെ ഇന്നത്തൊരു ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലർ വെയിറ്റ് ചെയ്യും, അവർ വേറെ അത് ക്യാൻസൽ ചെയ്തിട്ട് വേണ്ടി അടുത്ത ഉണ്ടോ നോക്കത്തില്ല. അതൊക്കെ ഡിപ്പെൻഡ് അവരവരുടെ ഇത് അത്രേ ഉള്ളൂ. പക്ഷേ ഊബർ ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ഓട്ടങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാൻസലേഷനും മറ്റുള്ള കാര്യങ്ങൾ തരുകയാണെങ്കിൽ അവർ ഊബർ ഒരു ഓട്ടം തരും. നമുക്ക് ഇത്ര സമയം വേസ്റ്റായതും അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഏകദേശം ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഏൺ ചെയ്യാൻ പറ്റും. ആ എമൗണ്ട് നമ്മൾ ഏൺ ചെയ്തില്ലെങ്കിൽ ഊബർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കൊരു ഓട്ടം തരും. ഒന്നീ റിസർവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഓട്ടം അവർ തരും. അപ്പം അങ്ങനെ തരുവാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്, നല്ല പ്രശ്നമില്ല. അത് നമുക്ക്
ഇപ്പോൾ 2, 3, 4 പേര് അത് നമുക്കുള്ള ഓട്ടം ക്യാൻസൽ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ ആ ഒരു നിമിഷം നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററോ 2 കിലോമീറ്റർ ഓടുമായിരിക്കും. പക്ഷെ ഫൈനലി അവർ ഊബർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനുള്ള അവർ സോൾവ് ചെയ്ത് തരും. അത് നമ്മളത് വെയിറ്റ് ചെയ്താലേ അറിയത്തുള്ളൂ. അല്ല ഇപ്പോൾ നമ്മളിപ്പോൾ 2 പേര് ക്യാൻസൽ ചെയ്ത് എനിക്ക് ഞാൻ ഓടുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ കയറി പോകാമെങ്കിൽ നഷ്ടം നമുക്ക് തന്നെ. അപ്പോൾ ചിലപ്പോൾ ഓട്ടം കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ഉടനെ ഓട്ടം കിട്ടും. ചിലപ്പം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ കുറച്ച് പേഷ്യൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക്, അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ എന്തായാലും ഒരു ജോലി വേണം, അല്ലെങ്കിൽ നമുക്കൊരു വേതനം വേണം, ഇൻകം ഉണ്ടാവണം. അതിനിപ്പം ചില സമയത്ത് നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യണം. കുറച്ച് പേഷ്യൻ്റ് വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയ ഉണ്ടെന്നും ഈ പറഞ്ഞ പോലെ $100 $200 നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു നോർമൽ ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്താൽ ഒരു നിശ്ചിത തുക നമുക്കുണ്ട്. നോർമലായിട്ടുള്ള ഏത് സ്ഥാപനത്തിലായാലും. അപ്പോൾ നമ്മൾ അവിടെ പോയി ജോലി ചെയ്യണമെങ്കിൽ ഇത്ര മണിക്കൂർ ജോലി ചെയ്താലേ നമുക്കത് കിട്ടത്തുള്ളൂ, എത്ര ആയാലും. അപ്പം നമ്മളത് അതുപോലെ ഈ മേഖലയിലും ചിലപ്പോൾ ഓട്ടം കിട്ടണമെന്നില്ല. ചിലപ്പം അടുത്ത മണിക്കൂറിൽ ചിലപ്പോൾ നല്ല ഓട്ടമായിരിക്കും. ചിലപ്പോൾ ഒരു അന്നത്തെ ദിവസം നമുക്ക് ഓട്ടം കിട്ടാനും ചാൻസ് കുറവായിരിക്കും. അതെല്ലാം ഇന്നത്തെ ഉള്ളതാണ്. മീൻസ് ഞാൻ ഈ പറയുന്നത് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് മണിക്കൂറുകളെ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മണിക്കൂറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമുള്ള കാര്യം ഞാൻ പറയുന്നത്. അല്ലാതെ ഓരോരുത്തർക്കും ഓരോ മേഖലയുണ്ടല്ലോ. അതാണ് ഏറ്റവും ബെറ്റർ. അവരവരുടെ മേഖല കിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ല അങ്ങനെയുള്ള ചാൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നല്ലൊരു മേഖല ഇത് തന്നെയാണ്. നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഇതാണ്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഇതിനകത്ത് പിന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതൊക്കെ ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ ചെയ്യുക. പിന്നെ എല്ലാം ആ ഒരു നമ്മുടെ ആയിരിക്കുന്ന ആ സ്ഥലത്ത് ചുറ്റിപ്പറ്റിയായിരിക്കും. നമ്മുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് തിരക്കുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഓട്ടം കിട്ടും, അത് ഉറപ്പാണ്. അല്ലാതെ തിരക്കില്ലാത്ത ഏരിയ ആണെങ്കിൽ ഓട്ടം കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഊബർ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എന്തായാലും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ജോലി ചെയ്യുന്നവർക്ക്. അതെ, നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും രാവിലെ എല്ലാ സിഗ്നൽ ഓപ്പണാണ്. അല്ല, വീണ്ടും നമ്മൾ സ്റ്റക്കായി. ഒരു 5 മിനിറ്റ്സും പുള്ളിക്ക് ഇച്ചിരി പേഷ്യൻ്റ് ഉള്ള ആളാണ്. അല്ലെങ്കിൽ പുള്ളി ഇതും ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത് നോക്കിയാൽ. ക്യാൻസലേഷനൊക്കെ സ്ഥിരമുള്ള പരിപാടിയാണ്. രാവിലത്തെ കറക്റ്റ് ചെറുണ്ട്. അവർ ആ ഒരു സമയത്തായിരിക്കും ബുക്ക് ചെയ്യുന്നത്. പിന്നെ ചിലവരുണ്ട് അവർ പോകുന്നതിനൊരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സിന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് നേരത്തെ അവർ ബുക്ക് ചെയ്യും. കാരണം വെച്ചാൽ അവർക്കറിയാം സമയത്ത് അവർക്ക് കിട്ടണമെങ്കിൽ ഇന്നപോലെ ചെയ്താലേ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്ക് 100% അറിയാം. അല്ലാതെ നമ്മൾ റെഡിയായി ഒരുങ്ങി നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഔട്ട്സൈഡിൽ പോയി നിന്ന് ഇത് ബുക്ക് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ 5-10 മിനിറ്റ് ലേറ്റായിട്ടേ വരത്തുള്ളെന്നോ അല്ലെങ്കിൽ കിട്ടത്തുള്ളെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഇന്നത്തെ അറിയാൻ പറ്റുന്നുള്ളൂ. പിന്നെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർ അവർ മാക്സിമം 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്യും. ഇപ്പം ഡ്രൈവേഴ്സ് 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് നേരത്തെ ചെന്നാലും കുഴപ്പമില്ല. കുറച്ച് അപ്പം നമുക്ക് 5 മിനിറ്റ്സ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഇത്ര മിനിറ്റ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അതായത് നമ്മുടെ ഈ വെയിറ്റിംഗ് ചാർജ് കിട്ടും.
നമ്മൾ ഒരുപാട് മീൻസ് അങ്ങനെയില്ല, വരുമ്പോൾ ആൾക്കാർ വരും. മാക്സിമം ഒരു 90% ആൾക്കാർ അതിനുള്ളിൽ വരും. പിന്നെ ചിലവർ മാത്രമേ ഉള്ളായിരിക്കും, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും. നമ്മൾ അവർ ബുക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിന് ശേഷം കസ്റ്റമർ വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് വെയിറ്റിംഗ് ചാർജ് കിട്ടും. അങ്ങനെ വെയിറ്റിംഗ് ചാർജ് എന്ന് വെച്ചാൽ വലിയ തുകയൊന്നുമില്ല, നോർമലായിട്ടൊരു ചെറിയൊരു തുക ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് പ്രധാനം ഓട്ടം കിട്ടണം, അത്രേ ഉള്ളൂ. ഓട്ടം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും പ്രയോജനം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇത് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വലിയ വെറുതെ ഒന്ന് ഓടാന്നേ ഉള്ളൂ. പിന്നത് ഇപ്പോൾ ഒരുപാട് തിരക്കൊക്കെ ആയി തുടങ്ങി. ഒരുപാട് ആൾക്കാർ വരികയും ഒരുപാട് പേര് ജോലിക്ക് പോവുകയും വരികയും, അങ്ങനെ കുറേ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാമുകളായാലും ഫാക്ടറീസ് ആയാലും ഒരുപാട് ഇപ്പം ഈ ഭാഗങ്ങളിലൊക്കെ ആയി തുടങ്ങി. അതുപോലെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ ജോലിക്കാർ ചിലപ്പം ദൂരെ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ 1-2 ആഴ്ച ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ മാക്സിമം അവർ കൂടുതൽ ഇങ്ങനെയുള്ള ഓൺലൈൻ ടാക്സി ആയിരിക്കും അവർ പ്രിഫർ ചെയ്തുള്ളൂ. ഇതൊക്കെ ഒരു കാങ്കുരുവിൻ്റെ ഏരിയ, ക്രോസ് ചെയ്യാൻ ഇത് ചാടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. 2 സൈഡും കാട് പോലുള്ള സ്ഥലമാണ്. രാവിലെ ഞാൻ രണ്ടെണ്ണത്തെ കണ്ടു, പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ ഇപ്പോഴാണ് ഫോൺ ഓണാക്കിയത്. അപ്പം ചിലതൊക്കെ പെട്ടെന്ന് വന്ന് ചാടും, ചിലത് ഇങ്ങനെ ജസ്റ്റ് ഒരു 500-300 മീറ്റർ ഫ്രണ്ട്ലി ആയിരിക്കും ചാടുന്നത്. എന്തായാലും 2 മിനിറ്റുകളുണ്ട്. ഞാനെന്തായാലും അവരെ പിക്ക് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബോറിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, നോ പ്രോബ്ലം. നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഈ സംഭവം ബോറാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഈ വീഡിയോകളൊക്കെ അടുപ്പിച്ചുള്ള വീഡിയോകളൊക്കെ ഏറിയാണെങ്കിൽ നമുക്കങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. 50 മൈൽ സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്തത് നോർമൽ 60 മൈൽ സ്പീഡാണ് നോർമൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അടുപ്പിച്ച് വീട് അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു കോമ്പൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നി 50 അല്ലെങ്കിൽ 40 ആ ഒരു സ്പീഡിൽ നമുക്ക് വണ്ടി ഓടാൻ പറ്റത്തുള്ളൂ. ഒരു സൈഡ് ഫുള്ള് ഇതാണ്, വനമാണ്. അവിടെ നിന്നാണ് കാങ്കുരു ഇങ്ങോട്ട് ചാടുന്നത്. രാവിലത്തെ ഈ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചിലപ്പം അത് മാക്സിമം ഈ രാവിലെയാണ് 4 മണിക്ക് തൊട്ടൊക്കെയാണ് ഇപ്പോൾ ചാടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും റോഡൊക്കെ ഉള്ള തെളിഞ്ഞു കിടക്കുക, ആരുമില്ല. എല്ലാവരും ജോലിക്ക് പോയിട്ട് ഓക്കെ. ഞാനെങ്കിൽ എടുക്കട്ടെ. ഇന്ന് ഫുള്ള് ക്ലൗഡിയാണ്. ഞാനൊക്കെ ഇന്ന് കസ്റ്റമർ എടുക്കട്ടെ. ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്യുക. അല്ല ബോറാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.